പ്രിയപ്പെട്ട ഈ സ്ഥാപനത്തിലെ പ്രഗത്ഭരായ ഇതിൻ്റെ മാനേജ്മെന്റ് അംഗങ്ങൾ, ഈ സ്ഥാപനത്തിലെ അധ്യാപകന്മാർ, പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, നല്ലവരായ സുഹൃത്തുക്കളെ, നാട്ടുകാരെ, നമ്മുടെ രാജ്യം ഈ രാജ്യത്തിൻ്റെ റിപ്പബ്ലിക് ഡേ ആഘോഷിക്കുന്ന ദിനത്തിലാണ്. നാം ഈ രാജ്യത്തെ പൗരന്മാരാണ്. ഈ രാജ്യത്തെ മുഴുവൻ പൗരന്മാർക്കും രാജ്യം നൽകുന്ന അവകാശമാണ് ഇവിടെ ജീവിക്കാനുള്ള അവകാശം. ഏതു മതവും ഏതാശയവും അംഗീകരിച്ചുകൊണ്ട് മറ്റുള്ളവർക്ക് യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാത്ത രൂപത്തിൽ ഈ രാജ്യത്ത് സ്വതന്ത്രമായി ജീവിക്കാനുള്ള അവകാശം നമ്മുടെ രാജ്യത്തിൻ്റെ ഭരണഘടന നമുക്ക് നൽകുന്നുണ്ട്. ഇവിടെ സൂചിപ്പിച്ചതുപോലെ ലോകത്തിലെ എഴുതപ്പെട്ട ഏറ്റവും വലിയ മഹത്തായ ഭരണഘടനയാണ് നമ്മുടെ രാജ്യത്തേത്. പക്ഷേ ഈ ഭരണഘടനയുടെ മാഹാത്മ്യം പിച്ചു ചിന്തുന്ന രൂപത്തിൽ, ഇതിനെ അവമതിക്കുന്ന രൂപത്തിലുള്ള പ്രവണതകൾ നമ്മുടെ രാജ്യത്ത് വളർന്നു വരുന്നുണ്ട്. ഒരിക്കലും നമ്മുടെ രാജ്യത്തെ ഈ ഒരു സൗഹാർദ്ദ അന്തരീക്ഷം, നാനാത്വത്തിൽ ഏകത്വം എന്ന് പറയുന്ന ഈ മഹത്തായ ഈ ഒരു ആശയം രാജ്യത്തു നിന്ന് തകർന്നു പോയിക്കൂടാ. അതിന് നാം അനുവദിച്ചുകൂടാ. അതിനെതിരെ വരുന്നവർക്കെതിരെ നാം ശക്തമായി നമ്മുടെ നിലപാടുകൾ തുറന്നു പറഞ്ഞ് അറിയിക്കേണ്ടതുണ്ട്. നമ്മുടെ നിലപാടെന്ന് പറയുന്നത് ഈ രാജ്യത്തിൻ്റെ നിലപാടാണ്. രാജ്യത്ത് എല്ലാ മതക്കാരും തുല്യരാണ്. ഏതു ഭാഷ സംസാരിക്കുന്നവരും ഏതു വേഷം ധരിക്കുന്നവരും എല്ലാവരും ഈ രാജ്യത്ത് തുല്യ അവകാശമുള്ളവരാണ്. അതുകൊണ്ട് തന്നെ ഈ രാജ്യത്ത് നിലനിൽക്കുന്ന സൗഹാർദ്ദ അന്തരീക്ഷം അത് ഈ ലോകാവസാനം വരെയും നിലനിൽക്കേണ്ടതുണ്ട്. ഇത്ര സ്വതന്ത്രമായി സുന്ദരമായി ജീവിക്കാൻ പറ്റുന്ന ഒരു രാജ്യം ലോകത്ത് തന്നെ നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ സാധിക്കുകയില്ല. പക്ഷേ പലതിൻ്റെയും പേരിൽ നമ്മെ അകറ്റാൻ ശ്രമിക്കുന്നവർ, അതല്ലെങ്കിൽ പരസ്പരം വെറുപ്പ് സൃഷ്ടിക്കുന്നവർ, വെറുപ്പിൻ്റെ പ്രണേതാക്കൾ, അവരെ നാം തിരിച്ചറിയേണ്ടതുണ്ട്. രാജ്യത്ത് മുഴുവനും ഫാസിസ്റ്റ് ശക്തികൾ ഇതിനു വേണ്ടി ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ട് നാം ഉണർന്ന് ചിന്തിക്കുകയും രാജ്യത്തിൻ്റെ അഖണ്ഡതയ്ക്ക് വേണ്ടി നിലകൊള്ളുകയും ചെയ്യണമെന്ന് മാത്രം ഈ റിപ്പബ്ലിക് ഡേയുടെ സന്ദേശമായി അറിയിച്ചുകൊണ്ട് ഈ സ്ഥാപനത്തിലെ മുഴുവൻ വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും മാനേജ്മെന്റ് അംഗങ്ങൾക്കും റിപ്പബ്ലിക് ദിന ആശംസകൾ നേർന്നുകൊണ്ട് വാക്കുകൾ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.